അച്ഛൻ ജോണച്ച, പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് ഗോപുരത്തുമ്പതിൽ ജോണച്ചൻ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, ഒത്തിരിയേറെ വിചാരങ്ങളോടുകൂടിയാണ് തെളിയിക്കപ്പെടുത്തുന്നില്ല. അമ്മയുടെ മരണ വാർഷികമാണല്ലോ എന്ന് നമുക്ക് പറയാം. തീർച്ചയായിട്ടും നമ്മളെല്ലാവരെയും നമ്മുടെ കുടുംബത്തിലുള്ള കാരണവന്മാർ ഒരുമിച്ച് നിർത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ആ ഒരു ചിന്തയോടും സ്നേഹത്തോടും കൂടി ഈ ദിവസത്തെ ഏറ്റവും വിശുദ്ധമായി നമ്മൾ കരുതുകയും ഒരുമിച്ച് ഇവിടെ ആൾക്കാരുടെ ചുറ്റുമായിരിക്കുകയും ചെയ്യുക. മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന മക്കൾക്കെല്ലാം അനുഗ്രഹം ഉണ്ടായിത്തീരും എന്ന് ദൈവം പറഞ്ഞു വെക്കുന്നു. നമ്മുടെ മാതാപിതാക്കളോടുള്ള നമ്മുടെ സ്നേഹവാദം പ്രകടിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ കൂട്ടായ്മയായിരിക്കാനായിട്ട് നമുക്ക് സാധ്യമാകും. നമ്മുടെ ചാച്ചനമ്മയും മാത്രമല്ല, നമ്മുടെ കുടുംബങ്ങളും ബന്ധുമിത്രാദികളുടെയൊക്കെ ആയിട്ടുള്ള കുടുംബത്തിൽ നിന്ന് വേർതിരിഞ്ഞു പോയ ഒത്തിരിയേറെ ആളുകളുണ്ട്. അവരെല്ലാം സ്വർഗീയ യാത്രയിൽ ആ തീർത്ഥാടനത്തിന് മുമ്പേ നടന്നവരാണ്. അവരെല്ലാം നമ്മയോടുകൂടി നമുക്ക് ഓർക്കാം. ബഹുമാനപ്പെട്ട ജോണച്ചൻ്റെ ഗോകുലച്ചൻ്റെ ഫാദറും മരിച്ചതാണ്. ഞങ്ങൾ ബാച്ചുകാരെല്ലാവരും ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണ് കഴിയുന്നത്. ഇത്രയും ദൂരെയായിട്ടാണ് മറ്റുള്ളവർക്ക് വരാൻ സാധിക്കാറുള്ളത്. പക്ഷെ അവരെല്ലാവരും ഇന്ന് അമ്മയ്ക്ക് വേണ്ടി കുർബാന ചൊല്ലിക്കൊള്ളാമെന്ന് അവരായിരിക്കുന്നിടങ്ങളിൽ ചൊല്ലിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട ജോണച്ചൻ്റെ അമ്മച്ചനെയും ഈ സമയത്ത് പ്രത്യേകം ചാച്ചനെ അമ്മയും അതുപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ നിന്ന് വേർതിരിഞ്ഞിട്ട് പോയിട്ടുള്ള എല്ലാവരെയും ഓർത്ത് നമുക്ക് ഒന്നുചേർന്ന് ഈ ബലി അർപ്പിക്കാം. ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയുടെ ബലിയർപ്പിക്കാം. പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മാത്രമല്ല, ഞങ്ങൾ ദൈവത്തിനു വേണ്ടി കപടസാക്ഷ്യം വഹിക്കുന്നവരായി തീർന്നിരിക്കുന്നു. എന്തെന്നാൽ ദൈവം ക്രിസ്തുവിനെ ഉയർപ്പിച്ചു എന്ന് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. മരിച്ചവർ യഥാർത്ഥത്തിൽ ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ദൈവം ക്രിസ്തുവിനെ ഉയർപ്പിച്ചിട്ടില്ല. മരിച്ചവർ ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ക്രിസ്തുവും ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല. ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം നിഷ്ഫലമാണ്. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ തന്നെ വർദ്ധിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചവർ നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്നു. ഈ ജീവിതത്തിനു വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിൽ എല്ലാ മനുഷ്യരെക്കാൾ നിർഭാഗ്യരാണ്. ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന ഷാജിച്ച, ബഹുമാനപ്പെട്ട പ്രിയ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, തെക്കേമ്പ്രയിൽ കുടുംബത്തിലെ അമ്മച്ചിയുടെ വേർപാടിൻ്റെ വാർഷികം ആചരിക്കുമ്പോൾ ഒത്തിരിയേറെ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും നന്മയുടെയും കൂട്ടായ്മയുടെയും ഒക്കെ ചിന്തകളിലൂടെ കടന്നുപോയിക്കൊണ്ടാണ് ഈ വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുന്നത്. ഞങ്ങളുടെ വാഴ്ചപ്പെട്ട അച്ഛന്മാരുടെ മാതാപിതാക്കന്മാരെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വന്തം മാതാപിതാക്കന്മാരെ പോലെയാണ്. കാരണം സെമിനാരിൽ ചേർന്ന് 3-ാമത്തെ വർഷം മാതാപിതാക്കന്മാരോട് കൂടിയുള്ളൊരു ഗ്യാതറിംഗ് ഉണ്ട്.
ആ 3 വർഷം കഴിഞ്ഞിട്ട് ഇങ്ങനെ മാതാപിതാക്കന്മാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അകാദമിന് ശേഷം ഞാൻ വീട്ടിൽ ചെല്ലുമ്പോഴൊക്കെ അമ്മച്ചി എപ്പോഴും തെക്കേമുറിയിലെ അമ്മച്ചിയെക്കുറിച്ച് ചോദിക്കും. അതുപോലെ മറ്റ് ബാച്ചിൽപ്പെട്ട അച്ഛന്മാരുടെയും മാതാപിതാക്കന്മാരെ കുറിച്ച് ചോദിക്കാറുണ്ട്. ഞാൻ അവിടെ വീട്ടിൽ ചെല്ലുമ്പോഴുള്ള അനുഭവത്തിൽ നിന്നാണെങ്കിലും ഏറെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ആ ഒരു മനോഭാവത്തോടു കൂടി ഇടപെടുന്ന ഒരമ്മച്ചിയാണ് ഓർമ്മിക്കുന്നത്. അത് ശാന്തമായിട്ട് ഇടപെടുന്ന അമ്മച്ചിനെയുമൊക്കെ ഈ ഓർമ്മയോടുകൂടിയാണ് നമ്മളിവിടെ ആയിരിക്കുന്നത്. അമ്മച്ചി മരിക്കുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഒന്ന് സന്ദർശിച്ചു. അന്ന് രോഗാവസ്ഥയിലാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സന്ദർശിച്ചത്. ഇവിടെ വീട്ടിൽ വന്നിരുന്നു. അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയും അതുപോലെ സംതൃപ്തിയോടു കൂടി സ്നേഹത്തോടു കൂടി ഇടപെടുന്ന ആ ഒരു പ്രകൃതം അത് എപ്പോഴും കാത്തു സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ്. അതൊക്കെ ദൈവം തന്ന ആ ജീവിതം, അത് കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ച് ആത്മാർത്ഥമായിട്ട് ദൈവസന്നിധിയിലേക്ക് മക്കളെ നയിക്കുന്ന ആ ഒരു മാതാപിതാക്കന്മാരുടെ മനോഭാവത്തിൽ നിന്നും ഉളവാകുന്നതാണ് നമുക്ക് അറിയാം. അങ്ങനെയുള്ള അമ്മച്ചി വേർപെട്ട് ദൈവസന്നിധിയിലായിരിക്കുന്നു എന്ന ആ ചിന്തയോടുകൂടി ഈ ദേവാലയത്തിലായിരിക്കുമ്പോൾ മരിച്ചവരുടെ പുനരുദ്ധാനത്തെക്കുറിച്ച് നമ്മെ അനുസ്മരിപ്പിക്കുന്ന സുവിശേഷ ഭാഗമായിരുന്നു നമ്മൾ വായിച്ചു കേട്ടത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ നിന്നും ലാസറിനെ കേൾപ്പിക്കുന്നത്. അവിടെ മർത്ത പറയുന്ന ചില കാര്യമുണ്ട്. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. പിന്നീട് അവരുടെ സംസാരം നീണ്ടുപോകുമ്പോൾ ഞാനാണ് പുനരുദ്ധാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. ആ ഒരു തിരുവചന ഭാഗവും നമ്മുടെ മനസ്സിൽ നമ്മളെ കുറിച്ചിടുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാണ്, ഇത് ഭക്ഷിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ കുർബാനയുടെ പശ്ചാത്തലത്തിൽ വിശുദ്ധ കുർബാന സ്വീകരിച്ച് ദൈവത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നവർ നിത്യമായി ദൈവസന്നിധിയിലായിരിക്കും എന്ന വലിയ പ്രത്യാശ നമുക്ക് തരുന്ന സുവിശേഷ ഭാഗമുണ്ട്. ഈ 2 സുവിശേഷ ഭാഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മിൽ നിന്ന് വേർപിരിഞ്ഞുപോയ അമ്മച്ചിയുടെ ആത്മാവ് നിത്യമായി ദൈവസന്നിധിയിലുണ്ട് എന്ന വലിയ വിശ്വാസത്തോടുകൂടിയാണ് നമ്മളിവിടെ പ്രാർത്ഥിക്കുന്നത്. സ്വാഭാവികമായിട്ടും മനുഷ്യനാണ്, മാനുഷികമായ കുറവുകളും പോരായ്മകളും ഉണ്ടാകാം. അങ്ങനെ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതുകൂടി പരിഹരിക്കാനായിട്ട് ദൈവസന്നിധി യാചനയോടുകൂടി നിൽക്കുന്ന ഒരു വിശ്വാസ സമൂഹമാണ് ഇത്. നമുക്ക് ഈ അമ്മച്ചിയുടെ വേർപാടിൽ ദുഃഖിക്കുന്ന ആ ഒരു മനോഭാവവും അതോടൊപ്പം തന്നെ അമ്മച്ചി ദൈവസന്നിധിയിലാണ് എന്നുള്ള വലിയ ബോധ്യത്തിൽ ഈശോയുടെ വിശുദ്ധ കുർബാന സ്വീകരിച്ച് തിരുരത്വവും തിരുശരീരവും ഉൾക്കൊണ്ട് ദൈവസന്നിധിയിലേക്ക് നിത്യമായ ആ ജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന ഒരമ്മച്ചയാണ് നമുക്കുള്ളത് എന്നുള്ള ചിന്തയോടുകൂടി എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഈ വിശുദ്ധ ബലിയോട് അർപ്പിക്കാം. തമ്പുരാന്റെ സന്നിധിയിലായിരിക്കുന്ന നമ്മിൽ നിന്ന് വേർപിരിഞ്ഞുപോയ എല്ലാ ആത്മാക്കൾക്കും നിത്യശാന്തി നൽകണമെന്ന് പ്രാർത്ഥിച്ച് പ്രത്യേകിച്ചും തെക്കേമുറി കുടുംബത്തിലെ അപ്പച്ചനെയും അമ്മച്ചിയെയും അവരുടെ ആത്മശാന്തിക്കായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വിശുദ്ധ ബലിയോട് അർപ്പിക്കാം. പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ഇവർ വിളിച്ചത് വരുമ്പോൾ എനിക്ക് 2 വീടുകളാണ്, ഒന്ന് ഷാൻഡോയുടെയും ഒന്ന് ഈ പള്ളിയും ഒക്കെ. ഇതിന് മുമ്പിൽ വിചാരിച്ച എൻ്റെ അമ്മ മരിച്ച സമയത്ത് അന്നേ ദിവസം എന്നോട് പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്, അച്ഛൻ്റെ കൂടി പള്ളിപുരിയാണിതെന്ന്. അത് കഴിഞ്ഞ് ജോൺസൺ സാർമാർ വന്നപ്പോഴും അതിൽ യാതൊരു കുറവുമില്ലാതെ എന്നെ സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്ന ഈ കുടുംബത്തോട് കാണിക്കുന്ന സ്നേഹം, ഷാൻഡോയോടും ശിബിയോടും കുഞ്ഞുങ്ങളോടൊക്കെ അച്ഛൻ കാണിക്കുന്ന സ്നേഹത്തെ ഞാൻ പ്രത്യേകമായിട്ട് ഈ സമയത്ത് നന്ദി പറയുന്നു. അച്ഛനൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നതാണ്, പക്ഷേ നമ്മുടെ ഈ കുടുംബത്തിൻ്റെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് അച്ഛൻ ആ പ്രോഗ്രാമൊക്കെ മാറ്റിവെച്ച് ഇന്നലെ രാത്രിയിൽ കല്യാണ വീട്ടിൽ പോയി അവർക്ക് ആശംസയൊക്കെ നേർന്നുകൂടിയായിരിക്കും. പ്രിയപ്പെട്ട ജോൺസണോടുള്ള ഞങ്ങൾക്കായിട്ട് ഗസ്റ്റ് റൂമൊക്കെ വളരെ ഭംഗിയായിട്ട് ഒരുക്കി കാര്യത്തിലൂടെ കാത്തിരുന്ന പ്രിയപ്പെട്ട അച്ഛനോടുള്ള നന്ദി ഞങ്ങൾ എല്ലാവരുടെയും പേരിൽ അറിയിക്കുന്നു. അതുപോലെ ജോൺസൺ അച്ഛനെ ആദ്യം പരിചയപ്പെടുത്തിയില്ല, കുടുംബാംഗങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. ബഹുമാനപ്പെട്ട ജോൺസൺ കോവൂർ പുത്തമ്പരയിൽ അച്ഛന് ഡോക്ടറേറ്റൊക്കെ കഴിഞ്ഞ് കാർമലോയിലാണ്. അത് കഴിഞ്ഞ് ദീർഘകാലം തലശ്ശേരി അതിരൂപതയുടെ ജുഡീഷ്യൽ വികാറായിട്ട് ശുശ്രൂഷ ചെയ്തു. ഇപ്പം ഷിക്കാഗോ രൂപതയിൽ അവിടെ ജുഡീഷ്യൽ വികാറായും ചാൻസലറായും ഒക്കെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് സെമിനാരിയിൽ ചേർന്ന് പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരുമിച്ച് ചേർന്നവരും ഒരുമിച്ച് പഠിച്ചവരും ഒരുമിച്ച് ശുശ്രൂഷ ചെയ്യുന്നവരുമാണ്.
അച്ഛൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഞങ്ങളുടെ വാച്ചിൽപ്പെട്ട എല്ലാ വൈദികരുടെയും കുടുംബാംഗങ്ങളെ പരസ്പരം അറിയുകയും മാതാപിതാക്കളെ പ്രത്യേകം സ്നേഹിക്കുക, അവരെല്ലാവരെയും പരസ്പരം പേര് വിളിക്കത്തക്ക രീതിയിൽ ഈ മാതാപിതാക്കളുടെ ഞങ്ങളുടെയും അപ്പന്മാരും അമ്മമാരുമാണ്. ആ രീതിയിലുള്ള ഒരു വലിയ സ്നേഹം അത് 3-ാം വർഷം ഞങ്ങളുടെ ഹോം ഡേയോടനുബന്ധിച്ച് ഒരുമിച്ച് കിടക്കാൻ പോയതാണ് ഈ അമ്മമാരെല്ലാവരുടെയും. അന്നുള്ള അവരുടെ സ്നേഹം കൂട്ടായ്മ ഞങ്ങളത് ചാച്ചൻ മരിക്കുന്നതിൻ്റെ ഏതാനും ദിവസം മുമ്പ് നാട്ടിലുണ്ടായിരുന്ന എൻ്റെ സുഹൃത്തുക്കളായ വൈദികരെല്ലാം വന്ന് കണ്ടതൊക്കെ ഞാനിപ്പോൾ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നല്ല ബലമുള്ള പൗരോഹിത്യ കൂട്ടായ്മയുണ്ട്, എനിക്ക് എന്നെ സ്നേഹിക്കുന്ന ധാരാളം വൈദികരൊക്കെ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയതാണ്. ഇന്നലെ തന്നെ ഞാൻ വൈകുന്നേരം ഓടി നിർമ്മലേരി പള്ളിയിൽ പോയി അമ്മയ്ക്ക് വേണ്ടി കുർബാന വിടുന്ന കാര്യമുണ്ട്. അപ്പം തന്നെ അച്ഛൻ പറഞ്ഞു അതിന് പൈസ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അമ്മയ്ക്ക് വേണ്ടിയിട്ട്. ഞാൻ ഇരുന്ന പഴയ ഇടവകയിൽ അതുപോലെ തൊണ്ടിപ്പള്ളിയിൽ ഞാൻ പറഞ്ഞു കുറേ ആളുകൾ എനിക്ക് മെസ്സേജ് വിടുകയും ഒക്കെ ചെയ്ത് പ്രാർത്ഥിക്കുന്നുണ്ട്, കുർബാന ചൊല്ലിക്കുന്നുണ്ടെന്നുള്ളത്. അതുപോലെ ശാന്തിനഗറിൽ അമ്മയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് കുർബാനയൊക്കെ ചൊല്ലുന്നുണ്ട്. ഈ ഒരു കൂട്ടായ്മയെ പ്രതി ഞാൻ വലിയ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. അതുപോലെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് എല്ലാവരെയും നന്ദിയോട് ഓർക്കും. പ്രത്യേകിച്ച് കരുണാലയത്തിലെ ഈ അന്നമ്മൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരിയെ പോലെ കരുതിക്കൊണ്ട് എവിടെ പോയാലും കൂടെ നടക്കാൻ വേണ്ടിയുള്ള സിസ്റ്റേഴ്സും ആ കരുതലൊക്കെ ഞങ്ങൾ സ്നേഹത്തോടു കൂടി ഓർക്കുകയാണ്. ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരെ കുറിച്ചും എനിക്ക് ഒത്തിരിയേറെ വാക്കുകൾ പറയാനുണ്ട്. നമ്മൾ ഇത് വന്നവർ ബന്ധുമിത്രാദികൾ ഇതൊന്നും ഈ ബന്ധത്തിൻ്റെ ഒന്നും അല്ല, അതിനേക്കാളൊക്കെ പ്രത്യേക ഹൃദയ അടുപ്പത്തിൻ്റെയും അതിലുപരി അമ്മയെ സ്നേഹത്തോടെ ഇവരെല്ലാം കരുതിയിരുന്നതിൻ്റെയും ഒക്കെ ബലവും തെളിവുമാണ് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ആയിരിക്കുന്നത്. ഇവിടെ നിന്നുള്ള അമ്മയുടെ കുടുംബത്തിൽപ്പെട്ടതും അതുപോലെ സിബിയുടെ കുടുംബത്തിൽപ്പെട്ടതുമായിട്ടുള്ള ബന്ധുമിത്രാദികൾ അവരെല്ലാം ഞാൻ സ്നേഹത്തോടും നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈ ബലവും ശക്തിയുമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നതും നമുക്ക് വലിയ ഉണർവ് ഉന്മേഷം ലഭിക്കുന്നത്. അതുപോലെ ഈ ഇടവകയെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവിടുത്തെ അൾത്താര ശുശ്രൂഷ ജോലിച്ചേട്ടൻ പ്രതിഫലം വെച്ചിരിക്കുന്നത് വളരെ സന്തോഷത്തോടു കൂടി ഇപ്പം ഞങ്ങൾ ജോലിച്ചേട്ടൻ കയറി എന്ന് പറയുന്നത് ഒരു വൈദികൻ്റെ ലുക്കൊക്കെ ആയിട്ടുണ്ട് എന്നുള്ളത് അത് കൃപയോടുകൂടി ശുശ്രൂഷ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ജോലിച്ചേട്ടൻ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് പല പ്രാവശ്യം പ്രത്യേകമായിട്ട് കുർബാനയ്ക്ക് വേണ്ടി വന്ന് സഹായിച്ചിട്ടുണ്ട്. പ്രാർത്ഥനയിൽ എന്നും ഓർക്കുന്നു നന്ദിയോടുകൂടി. അതുപോലെ സന്തോഷം ഈ കീബോർഡ് വായിക്കുന്ന ഇവിടെ അമ്മയുടെയും ചാച്ചൻ്റെയൊക്കെ കുർബാന അർപ്പിക്കുമ്പോൾ പാട്ട് പാടാനായിട്ട് സന്തോഷം. അതുപോലെ വത്സ ചേച്ചിയുമുണ്ട്. വത്സ ചേച്ചി എന്ന് വിളിക്കുന്നതിനാൽ അമ്മയെന്ന് വിളിക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടവും. ചേച്ചിക്കും അതാണ്. ഷാൻഡോയുടെ കുഞ്ഞുങ്ങൾക്ക് മുഴുവനും അമ്മയാണ്, അമ്മ മറ്റൊരമ്മയാണ്. അപ്പോൾ ആ സ്നേഹമൊക്കെ ഞങ്ങൾ പ്രത്യേകം ഓർക്കുന്നു. അതുപോലെ സ്റ്റെല്ല ചേച്ചിയെ പ്രത്യേകം ഓർക്കുന്നു. ചാച്ചനമ്മയുടെ അവസാനത്ത് ഒരു മകളെ പോലെ കൂടെ നിന്ന് ശുശ്രൂഷിക്കുവാനും അത് ഒരു തൊഴിലിന് വേണ്ടിയിട്ടല്ല, അതിനേക്കാൾ പുറത്തേക്ക് ഒരു മകളെന്ന പരിഗണനയോടുകൂടി അമ്മ എപ്പോഴും പറയുമായിരുന്നു എന്നോട്. അപ്പോൾ ആ ചേച്ചിയെ ഞങ്ങളെല്ലാവരും കുടുംബാംഗങ്ങളെല്ലാവരും നന്ദിയോടുകൂടി ഈ സമയത്ത് ഓർക്കുന്നു. ഒപ്പം നിങ്ങളുടെ ഓരോരുത്തരെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. ഈ ദേവാലയവും പരിസരവും ഒക്കെ ഞങ്ങൾക്കൊക്കെ വളരെ വേണ്ടപ്പെട്ടതും പ്രിയപ്പെട്ട. അതുപോലെ ഷിനോജ് എല്ലാവരുടെ പേരെനിക്ക് കിട്ടത്തില്ല, എന്നാലും ഓർമ്മയിലുള്ള അവർ തമ്മിലെഴുതി വന്ന ഷൈജുവും ജോലിച്ചേട്ടൻ ഇവരെല്ലാം ഓരോരുത്തരെയും ഞാൻ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈ കൂട്ടായ്മയെ പ്രതി പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് നന്ദി പറയുന്നു. നമ്മുടെ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. തുടർന്നും മരിച്ചവരെയൊക്കെ ഓർക്കുമ്പോൾ എൻ്റെ ചാച്ചനെയും അമ്മയും ഒക്കെ ഓർക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. അച്ഛൻ അവധിക്ക് വന്നതേ ഉള്ളൂ, വന്നിട്ട് 2 ദിവസമായുള്ളൂ. അച്ഛൻ്റെ പ്രോഗ്രാമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി അവിടെ വന്നതാണ്. 30-ാം തീയതി അച്ഛനെ തിരിച്ചു പോകേണ്ടതാണ്. എല്ലാ ദിവസവും അച്ഛന് യാത്രയാണ്. ഒത്തിരി കാര്യങ്ങൾ ഔദ്യോഗിക ചെയ്യേണ്ടതുണ്ട്. അച്ഛൻ്റെ സൗഹൃദ സന്ദർശനത്തിന് പോകേണ്ടതൊക്കെ ഉണ്ട്. ഇതെല്ലാം ഞാൻ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഒറ്റ വാക്കിൽ ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പള്ളിയിലെ പ്രാർത്ഥനയോടുകൂടി നമ്മൾ സെമിത്തേരിയിലേക്ക് പോകുന്നു. അവിടെ ഓഫീസിൽ കഴിഞ്ഞ് ഭവനത്തിൽ നമ്മൾ പോയി അവിടുത്തെ ശുശ്രൂഷയും ഭക്ഷണമൊക്കെ കഴിച്ച് നമുക്ക് പിരിഞ്ഞു പോകാം. എല്ലാവരെയും ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മണ്ണിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചവൻ, അയാളുടെ സന്താനങ്ങളെ ഉദ്ധാനം വഴി നവീകരിക്കുന്നവരുമായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിയുടെ മരണവാർഷികം ആചരിക്കുന്ന ഈ ദിവസത്തിൽ ഇയാൾക്ക് വേണ്ടി ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥനകൾ അങ്ങ് സ്വീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. എല്ലാവരും അങ്ങേ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരങ്ങേ തൃപ്പാദം ഭക്തിയോടെന്നും കൂപ്പുന്നു. വൈദികനാലേ ഞങ്ങൾക്ക് അഭയം
എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുകയും അവർക്ക് പ്രതിഫലം നൽകുകയും ചെയ്യുമ്പോൾ എന്നോട് കരുണ തോന്നണമേ. എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ. എന്റെ അപേക്ഷ ചെവിക്കൊള്ളണമേ. ഞാൻ നിസ്സഹനായി തീർന്നു. കുഴിമാടുകളെ സഹിക്കുന്നവരുടെ ഗണത്തിൽ ഞാൻ എണ്ണപ്പെടുകയും ചെയ്തു. എല്ലാ ദിവസവും ഞാൻ അങ്ങയോട് പ്രാർത്ഥിച്ചു. അങ്ങേ പക്കലേക്ക് ഞാൻ കൈകൾ ഉയർത്തി. എന്നിൽ നിന്ന് മുഖം ധരിക്കുകയോ എന്നെ മറന്നു കളയുകയോ ചെയ്യരുതേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുകയും അവർക്ക് പ്രതിഫലം നൽകുകയും ചെയ്യുമ്പോൾ എന്നോട് കരുണ തോന്നണമേ. ആഴത്തിൽ നിന്നഭിലേഷ പാപികൾ നിന്നെ വിളിക്കുന്നു. കേൾക്കണമേ, പാപവിമോചനമേകണമേ. മധ്യകുലത്തിൻ പാപങ്ങൾ കൃത്യമളന്നു വിളിച്ചിടുകിൽ ും മിന്നി വിളങ്ങും പരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ പിണ്ടലമെങ്ങും പൊങ്ങിമുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. അന്ത്യമിഴാത്തോരവികലമോദം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണവറയെങ്കൽ ചേർക്കണമീശോ. അഗാധത്തിൽ നിന്ന് തന്നെ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. അഗാധത്തിൽ നിന്ന് ഞാൻ അങ്ങയെ വിളിക്കുന്നു. കർത്താവേ, എന്റെ ശബ്ദം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്തെന്നാൽ പാപങ്ങളുടെ മോചനം അങ്ങേ പക്കൽ നിന്നാണല്ലോ. പ്രഭാതം കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഞാൻ അങ്ങേ കാത്തിരിക്കുന്നു. ഇസ്രായേലും അങ്ങേ കാത്തിരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർത്തിപ്പിക്കുന്നവനെ, അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും പ്രകാശവുമായ ദൈവമേ, പാപികളും ബലഹീനരുമായ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനുമായ കർത്താവേ, ഈ സഹോദരിയുടെ ആത്മാവിന് നിത്യാശ്വാസം നൽകണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ,
കർത്താവേ, മരിച്ചവരെ അങ്ങ് കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ നിത്യമഹത്വം അണിയിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സർവശക്തനായ ദൈവമേ, ലോകത്തിൽ അങ്ങയെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സ്വർഗത്തിൽ അങ്ങ് സജ്ജമാക്കിയിരിക്കുന്ന മന്ദിരങ്ങൾ എത്ര മനോഹരവും മഹനീയവുമാകുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മച്ചിയെ പരിശുദ്ധന്മാരുടെ ആ നിത്യവസതിയിലേക്ക് സ്വീകരിക്കുമാറാകണമേ. ഈ ആളിൻ്റെ മരണവാർഷികം ആചരിക്കുന്ന എളിയവരായി ഞങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമുക്ക് മറ്റു വിശ്വാസികളുടെ പ്രാർത്ഥന വീട്ടിൽ വെച്ച് ചൊല്ലാം, നല്ല വേലായതുകൊണ്ട്. ആ കിട്ടുന്നുണ്ട്, ഞാൻ വീഡിയോയും ഉണ്ട്. അതിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഫോട്ടോയും ആവും കേട്ടോ. വീഡിയോ പിടിക്കണ്ടല്ലോ. വീഡിയോ ആണ്, ഫോണാണ്. അതിൻ്റെ കൂടെ താഴെ ഓ അങ്ങനെയുണ്ടോ? ഫോട്ടോയിൽ ഞെക്കിയാൽ ആ റെഡി. 1 2 3 ഞെക്കിക്കോ. സോബിനെ കാണുന്നുണ്ട്. ഒഴിവായി. അച്ഛൻ്റെ ഞാനേ കല്ലറ കിട്ടുന്ന രീതിയിലെടുക്കാം. എന്തോ എനിക്ക് കൂടെ നിന്നവരെണ്ണം എടുക്കണം. നിന്നോ. ഓക്കെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഭവനത്തിനും ഇതിൽ വസിക്കുന്നവർക്കും സമാധാനം. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. നീതിമാന്മാരായ വിശ്വാസികളിലും പരിശുദ്ധരായ പൂർവ്വപിതാക്കന്മാരിലും അത്യന്തം സന്തുഷ്ടനായവരെ ആശീർവദിച്ച ദൈവമേ, ഈ ഭവനത്തെയും ഇതിൽ വസിക്കുന്നവരെയും ഇന്നിവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇവിടെ നിന്ന് അന്ത്യയാത്ര പറഞ്ഞ് വിരിഞ്ഞു പോയവർക്ക് നിത്യാനന്ദം കൽപ്പിച്ചരുളണമേ. പൂർവ്വപിതാവായ അബ്രാഹത്തിന്റെയും നീതിമാനായ ജോബിന്റെയും ഭവനങ്ങൾ പോലെ ഇതും ഐശ്വര്യപൂർണമായി തീരട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സർവാധിപനം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു.
മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. അനാദിയായ ദൈവമേ, ഉന്നതനായ രാജാവേ, അങ്ങ് ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മക്കബയക്കാരുടെ പുസ്തകത്തിലുള്ള വായന. യുദ്ധത്തിൽ മരിച്ചവരുടെ ശരീരങ്ങളെടുത്ത് അവരുടെ ചർച്ചക്കാരെ അടക്കിയിരിക്കുന്ന കല്ലറകളിൽ തന്നെ സംസ്കരിക്കാൻ വേണ്ടി മക്കബയക്കാർ പിറ്റേ ദിവസം യൂദാസിന്റെ പക്കലേക്ക് ചെന്നു. എന്നാൽ വധിക്കപ്പെട്ടവരുടെ വസ്ത്രങ്ങൾക്കുള്ളിൽ ജമിനിയായിലെ വിഗ്രഹങ്ങൾ അർപ്പിക്കപ്പെട്ട ബലിവസ്തുക്കൾ അവർ കണ്ടെത്തി. അങ്ങനെയുള്ള വസ്തുക്കൾ സൂക്ഷിക്കുക യഹൂദ നിയമപ്രകാരം കുറ്റകരമായിരുന്നു. അങ്ങനെ ഒരു കുറ്റം ചെയ്തുകൊണ്ടാണ് അവൾ വധിക്കപ്പെട്ടതെന്ന് അപ്പോൾ അവർക്ക് മനസ്സിലായി. നിഗൂഢ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന നീതിമാനായ ദൈവത്തെ അവരെല്ലാവരും സ്തുതിച്ചു. അനന്തരം യുദ്ധത്തിൽ മരിച്ചവരുടെ പാവങ്ങൾക്ക് പൊറുതി കൊടുക്കണമേ എന്ന് അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു. പിന്നീട് യുദ്ധവീരനായ യൂദാസ് ഉപദേശ രൂപത്തിൽ അവരോട് ഇങ്ങനെ പറഞ്ഞു: ഇവരുടെ പാവം മൂലം എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ തന്നെ നേരിട്ട് കണ്ടു കഴിഞ്ഞു. അതിനാൽ പാവം ചെയ്യാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ. അതിനുശേഷം അദ്ദേഹം ഒരു പണപ്പെരുവ് നടത്തി 12,000 ദ്രാക്മ പിരിഞ്ഞു കിട്ടി. മരിച്ചവരുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാര ബലിയർപ്പിക്കുവാൻ ആ സംഖ്യ അദ്ദേഹം ജെറുസലേത്തേക്ക് അയച്ചു കൊടുത്തു. ഉദ്ധാനത്തിലുള്ള പ്രതീകമായാണ് അത് ചെയ്യുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. മരിച്ചവർ വീണ്ടും ഉയർക്കുമെന്ന പ്രതീക്ഷ ഇല്ലായിരുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വ്യർത്ഥവും നിഷ്ഫലവുമായി അദ്ദേഹം കരുതുമായിരുന്നു. സുവിശേഷ വെളിച്ചത്താൽ ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവനെ കൈകൂപ്പി വണങ്ങിടാം. കർത്താവേ, ധരണിയിൽ സാക്ഷികളായി തീർന്നിടുവാൻ. കർത്താവേ, ധരണിയിൽ സാക്ഷികളായി തീർന്നിടുവാൻ ഞങ്ങളിൽ സുവിശേഷം ഓകിരണം ചൊരിയട്ടെ. ഞങ്ങളിൽ സുവിശേഷം ഓകിരണം ചൊരിയട്ടെ. സുവിശേഷ വെളിച്ചത്താൽ ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവനെ കൈകൂപ്പി വണങ്ങിടാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 5 24 മുതൽ 29 വരെയുള്ള തിരുവചനങ്ങൾ. ഈശോ അരുളി ചെയ്തു: എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവിനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ മരിച്ചുപോയ നമ്മുടെ സഹോദരിയുടെ ആത്മാവിന് നിത്യഭാഗ്യം കൽപ്പിച്ചിരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഈ ആളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ രക്ഷിക്കുകയും ചെയ്ത ദൈവമേ, ശിക്ഷകളിൽ നിന്നെല്ലാം മോചനം നൽകി ഇയാളുടെ ആത്മാവിനെ സ്വർഗഭാഗ്യത്തിലേക്ക് സ്വീകരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിതകാലത്ത് ചെയ്തിട്ടുള്ള സൽകൃത്യങ്ങളും ദാനധർമ്മങ്ങളും പ്രാർത്ഥനകളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും പരിഗണിച്ച ഈ ആളിന്റെ ശിക്ഷകളെല്ലാം ഇളച്ചു കൊടുക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നീ ഇന്ന് എന്നോടുകൂടെ പരദീസാൽ പ്രവേശിക്കുമെന്ന് നല്ല കളനോട് അരുളി ചെയ്ത കർത്താവേ,
ഈ ആത്മാവിന്റെ കറകളെല്ലാം കഴുകി വിശുദ്ധീകരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ ഉദ്ധാനം വഴി മനുഷ്യവർഗത്തെ ആനന്ദിപ്പിച്ച ലോകരക്ഷകനായ കർത്താവേ, അങ്ങയുടെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിതകാലത്ത് ഞങ്ങളുടെ ആലംബവും മരണശേഷം ഞങ്ങളുടെ ആനന്ദവുമായ ദൈവമേ, അങ്ങ് ആകാശത്തിലും ഭൂമിയിലും ആരാധനാകുന്നു. ഞങ്ങൾ വേർപെട്ടുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മയുടെ ആത്മാവിന് നിത്യ സൗഭാഗ്യം കൽപ്പിച്ചിരണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുജനു ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുത്ഥാനം പകരും നല്ലോ വാഴ്ത്തിയിടുന്നേ. മനുജനു ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുത്ഥാനം പകരും നല്ലോ വാഴ്ത്തിയിടുന്നേ. ഒഴുകി വരുന്നു വാനവഗാനം, പൂഴിയിൽ നിന്നും മൃതരുണരുന്നു നിത്യവിരുന്നിൻ പുലരി വരുന്നു. മനുജനു ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുത്ഥാനം പകരും നല്ലോ വാഴ്ത്തിയിടുന്നേ. പുലരയിൽ നാഥ, പൂങ്കതരണിയും സുഹൃതികളോടെ നാഗം ചേരാൻ വരമരുളേണം. മനുജനു ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുത്ഥാനം പകരും നല്ലോ വാഴ്ത്തിയിടുന്നേ. സ്നേഹസമ്പന്നനായ ദൈവമേ, ഈ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മയുടെ ഓർമ്മ ആചരിക്കുന്ന ഞങ്ങളെ കാരുണ്യപൂർവ്വം തൃക്കൺ പാർക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ച് ഇയാൾക്ക് മോചനം നൽകുകയും ഇയാളുടെ ബന്ധുമിത്രങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. ഈ തിരുക്കർമ്മങ്ങളിൽ സംബന്ധിച്ച് ഇയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ കർത്താവേ ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ റൂഹയുടെ സംസർഗവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥയായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങളോട് തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. മരിച്ച വിശ്വാസിയുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമൻ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിങ്ങളുടെ ദുർഗന്ധമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും വിശ്വാസിയുടെ ആത്മാക്കൾ തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാനിടയാകട്ടെ. ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ.
ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവേ, ഈശോമിശിഹായുടെ തിരുശരീരത്തെക്കുറിച്ച് കർത്താവ് മരിച്ചാൽ കൃപയുണ്ടായിരിക്കണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അങ്ങയുടെ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തിയെ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ. മരിച്ചവിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോഷിച്ചു തരുവാൻ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവേ, ഈശോമിശിഹായുടെ തിരുശരീരത്തെക്കുറിച്ച് കർത്താവേ കൃപയുണ്ടായിരിക്കണം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അങ്ങയുടെ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തിയെ, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും വിശ്വാസികളുടെ ആത്മാക്കാർക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് ഉണ്ടായിരിക്കട്ടെ. പരമാദിവ്യകാരുണ്യത്തിന് സമാധാനത്തിന്റെ രാജ്ഞിയും കുടുംബത്തിന്റെ പാലകനും ഞങ്ങളുടെ വീട്ടിലെ സ്വർഗീയ മധ്യസ്ഥനുമായ മാറിയ പിതാവേ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഒരു പാരമ്പര്യം അങ്ങനെയുള്ളത് അല്ലെങ്കിൽ ചിലപ്പോൾ മായനെ. ഒരു കാര്യം ചെയ്തോ, ഒരു പ്ലേറ്റ് അവിടെ ഉണ്ടല്ലോ അല്ലേ? ഞാൻ അവിടെ ഇരുന്നോ. വേണ്ട, ഞാൻ ഇരുന്നോ. എനിക്ക് പഴം വേണ്ട. അവിടെ ആയില്ലടാ. അത് പിന്നെ മീനല്ലാതെ അത് കസവില്ലെന്ന് ചേച്ചി മീൻ കിട്ടിയില്ലല്ലോ. ആണോ?